ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കല്ലേ? അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഷവർമയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് സ്പൈസി ആയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ റെഡിയാക്കുന്ന മയോണൈസ് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവും കളറുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏതിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മയോണൈസാണ്. സാധാരണ നോർമൽ മയോണൈസ് കൂട്ടി മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഷവർമയുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഷവർമയാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനിൽ പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ഇങ്ങനെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, കക്കിരി, ക്യാബേജ്, ക്യാപ്സിക്കം. ഈ 4 വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസ് എടുക്കാം. എന്നിട്ട് ഇതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫ്രൈ ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള സ്പൈസി മയോണൈസ് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ചിക്കൻ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനൊക്കെ കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കുബൂസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കുബൂസ് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള കുബൂസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് മയോണൈസ് സ്പ്രെഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മേലെ സോസ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള മയോണൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും മടക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് പിന്നെ കുത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഷവർമ ഏത് രീതിയിലാണോ റോൾ ചെയ്തെടുക്കേണ്ടത് ആ രീതിയിൽ റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുബൂസ് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് കുബൂസിൻ്റെ അകത്ത് ഈ ഒരു വെജിറ്റബിൾസും ചിക്കനൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അങ്ങനെ ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്തെടുത്താലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. ഒരു വെറൈറ്റിയും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയുടെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.